കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും 3 കുട്ടികളെ കാണാതെ ഒരാളെ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2 കുട്ടികൾ ചിത്തഗിരി എസ്റ്റേറ്റിലേക്ക് പോയതായാണ് സൂചന. കാൽദാസൻ ദേവത്വം വയനാട് ചെയ്യുന്നു. കാൽദാസൻ, ഈ വയനാട്ടിൽ വെച്ചാണോ കുട്ടികൾ ഒരാളെ കണ്ടെത്തുന്നതും ബാക്കിയുള്ളവർ വയനാട്ടിൽ തന്നെ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നതും? എന്താണ്, എവിടെ നിന്ന് എപ്പോൾ ഇറങ്ങിയ കുട്ടികളാണ്? ഇവരെ കാണാതായതിന് മിസ്സിംഗ് കേസ് ഇല്ലേ കോഴിക്കോട്? സുഹൈൽ, താമരശ്ശേരിയിൽ നിന്നുമാണ് ഈ 3 കുട്ടികളെ കാണാതായത്. ഇന്നലെയാണ് ഈ കുട്ടികളെ കാണാതായത്. ചെറിയ സൗന്ദര്യപ്പടക്കം മൂലമാണ് ഈ കുട്ടികൾ അവിടുന്ന് ഓടിയത് അല്ലെങ്കിൽ അവിടെ നിന്നും മാറിയത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില വിവരങ്ങൾ എന്നുള്ളത്. എന്നിരുന്നാലും ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചിത്രഗിരി സ്കൂളിന് സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കാട് മൂടിക്കിടന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ 3 കുട്ടികളെ നാട്ടുകാർ കണ്ടത്. അതിൽ 2 കുട്ടികൾ പിന്നീട് കാട്ടിന്റെ ഉള്ളിലേക്ക്, വനത്തിനുള്ളിലേക്ക് ഓടിപ്പോകുന്നതും കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അതിൽ ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് കാണാതായത്. ഈ പെൺകുട്ടി 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. മറ്റ് 2 ആൺകുട്ടികൾ +1 പ്രവേശനത്തിനായി നിൽക്കുന്ന 2 ആൺകുട്ടികളാണ്. അതിൽ ഒരു ആൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ പക്കലുണ്ട്. ആ ഒരു കാണാതായ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും വേണ്ടിയാണ് ഇപ്പോൾ നാട്ടുകാരുടെയും വനം വകുപ്പ്. ചിത്തഗിരി എസ്റ്റേറ്റ് എന്ന് പറയുന്ന വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണോ? അങ്ങോട്ടേക്ക് ഈ തെരച്ചിലിനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഇടമാണോ? പ്രത്യേകിച്ച് രാത്രി കൂടിയാണ്. തീർച്ചയായും സുഹൈൽ, അത് വനമേഖലയാണ്. ഒരുപാട് വന്യജീവികൾ ഇറങ്ങുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് നാട്ടുകാരടക്കമുള്ളത്. കുട്ടികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് വലിയൊരു ആശങ്ക തീർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ എന്തും അനിഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ അത്രത്തോളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ഊർജിതമായ ഒരു തരത്തിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും കുട്ടികളെ താമരശ്ശേരിയിൽ നിന്ന് കാണാതായിരുന്നു. അതിൽ 3 പേരെയും ഒരു ആളൊഴിഞ്ഞ് വീടിന് സമീപം കാണുകയും ആളുകൾ കണ്ടതോടുകൂടി 2 പേർ വനമേഖലയോട് ചേർന്നുള്ള എസ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്തു. ഒരു ആൺകുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്കുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. കാൽദാസിനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.